അജിത് കുമാറിനെ കണ്ടു എന്നതൊരു വസ്തുതയാണ്. വേണമെങ്കിൽ അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് വന്നിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ അത് നന്നായിട്ട് കത്തുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുതയല്ല. ഞാനത് വെറുതെ ആവശ്യമില്ലാത്തൊരു കളവ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിനെതിരെ നിരവധിയായ പരാതികൾ കൊടുക്കുകയും ഈ ഹേറ്റ് യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സാജൻ സക്രിയായിരുന്നു. അപ്പോൾ സാജൻ സക്രിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ നിരവധി പരാതികൾ ആ സമയത്ത് വരികയും പോലീസ് ചില എഫ്ഐആറുകൾ ഇടുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ ഇടയിലാണ് ഞങ്ങളുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേരളത്തിലെ കൊച്ചിയിലെ പോലീസ് കമ്മീഷണറുടെയും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും 2 വയർലെസ് മെസ്സേജുകൾ ഇതാ ഈ പറയുന്ന മറുനാടൻ മലയാളിക്ക് മാത്രം ലഭ്യ സീക്രട്ട് മെസ്സേജുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള 2 സേനയുടെ മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പഠിച്ചപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റത്തിൽ വരുന്ന ഒരു കുറ്റമായി നമുക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയും ഈ വീഡിയോയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാനന്ന് പോയി കാണുകയും കാര്യത്തിന്റെ ഗൗരവം വളരെ ഗൗരവമുള്ളതാണ് എന്ന നിലക്ക് അന്നത്തെ ADGP അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരമാണ് അജിത് കുമാർ എന്നെ വിളിക്കുന്നത്, നമുക്കൊന്ന് കാണണം. അപ്പോൾ എനിക്കതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് കൊടുത്ത പരാതികളിൽ പോലീസ് നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചെറിയ പരാതി ഞാനന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് വൈകുന്നേരത്തെ ഒരു മീറ്റിംഗ് വേണം എന്ന് പറയുകയും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തോട് വരാൻ പറയുകയും വൈകുന്നേരം ഒരു 7:30 മണിക്ക് അദ്ദേഹം വന്ന് രാത്രി 8:30 മണി വരെ അവിടെ ഇരിക്കുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഇതുവരെയുള്ള പരാതികൾ എന്ന് പറയുന്നത് വർഗീയ വിദ്വേഷം പരത്തുന്ന പരാതികളാണ്. ഈ വിഷയം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ 66F ഇത് അട്രാക്ട് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ നിയമനിർദ്ദേശം. അതുകൊണ്ട് ഈ വകുപ്പ് ചേർത്തുകൊണ്ട് നിങ്ങൾ എഫ്ഐആർ ഇട്ട് ഇത് അന്വേഷിക്കണം എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ശക്തമായ നടപടി സ്വീകരിക്കും. 66F അട്രാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കതിൽ പറയാൻ കഴിയില്ല, അത് പ്രോസിക്യൂഷനാണ് പറയേണ്ടത്. പ്രോസിക്യൂഷൻ എഴുതട്ടെ എന്ന് അദ്ദേഹം പറയുകയും പ്രോസിക്യൂഷൻ ജനറലിന് അദ്ദേഹം കത്തെഴുതുകയും മറുപടി കിട്ടുകയും ചെയ്തു. ആ മറുപടിയിൽ കൃത്യമായി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിന്ന് കൊടുത്ത കൃത്യമായ മറുപടി വെദർ ദ വയർലെസ് സിസ്റ്റം ആൻഡ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഇഫ് ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് മേ അട്രാക്ട് 66F എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് ഉപയോഗിക്കുന്ന വയർലെസിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം. അത് ഈ സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. അപ്പൊ എന്ത് വേണം? പോലീസ് നടപടി സ്വീകരിക്കണം, 66F ഇടണം. പക്ഷെ അതിന് അദ്ദേഹം ആലോചിക്കട്ടെ, ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ സാജൻ സക്കറിയ ഒളിവിലാണ്. അപ്പൊ ഇടയ്ക്ക് എന്നെ വിളിക്കും, MLA സഹായിക്കണം, അതിനെ കണ്ടെത്താൻ കഴിയുന്നില്ല, പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ചോരുകയാണ്. നമ്മൾ ഉള്ള വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയാണ്, MLA സഹായിക്കണമെന്ന് ആവർത്തിച്ച് പറയും. അതിനിടയ്ക്ക് പൂനെയിലെ ഒരു കേന്ദ്രത്തിൽ ഈ സാജൻ സക്കറിയയുടെ ഒരു ബ്രദറിന്റെ ഒരു ഫാമിൽ സക്കറിയ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് നമ്മൾ പോലീസിന് വിവരം കൊടുത്തു. പക്ഷേ അവിടുന്ന് പോലീസ് പോയി ചെന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു എന്ന മറുപടിയാണ് പിന്നീട് കിട്ടുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അന്ന് കേരള പോലീസിന്റെ ടീം ഈ പറയുന്ന ബാംഗ്ലൂരിൽ, ചെന്നൈ, പൂനെ, ബോംബെ, ഹൈദരാബാദ് ആൻഡ് ഡൽഹി ഈ കേന്ദ്രങ്ങളിലൊക്കെ സ്ക്വാഡിനെ നിർത്തി ഇവൻ അന്വേഷിക്കുന്നു എന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഡൽഹിയിലെ ഒരു സീനിയർ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട് എന്ന വിവരം മറ്റു ആളുകൾ വഴി എനിക്ക് കിട്ടുന്നത്. ഈ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം നമുക്കറിയാം ഡൽഹിയിലൊക്കെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ മുൻകൂട്ടിയിലെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അദ്ദേഹം അപ്പോയിന്റ്മെന്റ് എടുത്ത് ഫീസ് അടച്ചതായിട്ട് അറിയാൻ കഴിയുകയും ഈ ഇൻഫർമേഷൻ കൃത്യമായി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ആ കൃത്യമായ സമയത്ത് ഇദ്ദേഹം അപ്പോയിന്റ്മെന്റ് എടുത്ത സമയത്ത് അവിടെ എനിക്ക് ഇൻഫോം ചെയ്ത ഡൽഹിയിലെ എന്റെ സുഹൃത്തായ ഒരു വക്കീല്, ആ വക്കീലിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് ആ മേൽപ്പറഞ്ഞ സീനിയർ വക്കീലിന്റെ പരിസരത്ത് ഉണ്ടാവണം. സാജൻ സക്കറിയ അവിടെ വരുന്നുണ്ടോ, പോലീസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ ഈ പറയുന്ന ഡൽഹിയിലെ സീനിയർ വക്കീലിന്റെ വീടിന്റെ കുറച്ച് പരിസരത്ത് അദ്ദേഹത്തിന്റെ കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. 7 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. 7 മണി കറക്റ്റ് 6:55 സാജൻ സക്കറിയ അവിടെ വരുന്നു. ഈ പറയുന്ന സീനിയർ വക്കീലിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നു. എനിക്ക് ഇൻഫോം ചെയ്ത എന്റെ സുഹൃത്തായ വക്കീൽ ഇത് കാണുന്നു.
ഞാൻ അജിത് കുമാറിനെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, ഞാൻ സാജൻ സക്രിയ കയറി എന്ന് പറയുന്നില്ല, എന്തായും ചോദിക്കും എന്നോട് പറയുന്നത്, സാറേ നമ്മളെ 7 ഓഫീസർമാർ, ഒരു ഡിവൈഎസ്പിയും 4 CIമാരും അവിടെ മഫ്റ്റി വേഷത്തിലുണ്ട്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന പോലീസുണ്ട്, ഒരാളും പ്രദേശത്ത് വന്നിട്ടില്ല. 7:10 വക്കീലിനെ വിളിക്കും, ആരും വന്നിട്ടില്ല, പോലീസ് വന്നിട്ടില്ല. 7:15 7:25 സാജൻ സക്രിയ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ടൈം കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിക്കുക. അപ്പോഴും പുള്ളി എന്താ പറയുന്നത്, ഓ എന്റെ സാറെ അവന് ഭയങ്കര ദൈവാധീനമുള്ള വ്യക്തിയാണ്, ആര്, സാജൻ സക്രിയ, അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ വളരെ ക്ലിയർ അല്ലേ, ഇദ്ദേഹം എന്നെ ചീറ്റ് ചെയ്യുന്നത് വളരെ ക്ലിയറാണ്.